18-ാം പടിയിൽ കൊണ്ടെത്തിക്കണേ. അതിൽ നിന്നും 18-ാം പടിയിൽ കൂടി കയറി അത് തന്ത്രിയുടെ കയ്യിലും മേൽശാന്തിയുടെ കയ്യിലും എത്തിക്കണേ. ഭഗവാന് ചാർത്തുവാനുള്ള സമയം അടുത്തു വരുന്നു. ഇപ്പോൾ ഏകദേശം 6:20 കഴിഞ്ഞു. 10 മിനിറ്റിനുള്ളിൽ തന്നെ 18-ാം പടിയിൽ കൂടി ആ തിരുവാഭരണം കടന്നു പോകും. മണികണ്ഠ ദർശനത്തിനായി അണയുന്ന ആ ഭക്തലക്ഷങ്ങളുടെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശബ്ദനിരകൾ നമുക്കിവിടെ കേൾക്കാം. 7 ജന്മവും പുണ്യം തേടിയെത്തിയ അയ്യപ്പന്മാർ കാത്തു നിൽക്കുന്നു. കരിമല താണ്ടി പന്തളവാസൻ്റെ പൊന്നമ്പല നടയിൽ അയ്യപ്പ ശരണമെന്ന് പാടിയ ഭക്തന്മാരെ നമുക്ക് കാണാം. ഇതാ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി, കർപ്പൂര ആരതിയുടെ അകമ്പടിയോടുകൂടി, സ്വാമിയെ അയ്യപ്പോ എന്ന മുദ്രാവാക്യവുമായി ഇതാ ക്ഷേത്രത്തിൻ്റെ ആ നടപ്പന്തൽ കൂടി ആ തിരുവാഭരണം കടന്നു വരുന്ന ആ ദൃശ്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. വൻപുരികൾ കാവൽ നിൽക്കുന്ന ഈ കാട്ടിൽ ഭക്തിയോടെ ശരണം വിളികളോടെ ആ മകരജ്യോതി കാണുവാനെത്തിയ അയ്യപ്പ ഭക്തന്മാർ അനുഗമിച്ചുകൊണ്ട് ആ തിരുവാഭരണം എത്തുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും എത്തിയവരുണ്ട്. മണികണ്ഠൻ തന്നെ ശരണമെന്ന് മാലയണിഞ്ഞ ഭക്തരുണ്ട് ഈ കൂട്ടത്തിൽ. നാവിൽ തിരുനാമം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ആ ശരണം വിളികൾ. മതബന്ധങ്ങൾ അഴിഞ്ഞ് മനുഷ്യബന്ധം മുറുകുന്ന അവസ്ഥ. മുനികൾ മൂവരും മണയുന്ന സമയം അടുത്തു വരുന്നു. ദേവർകൾ അർച്ചന ചെയ്യുന്ന സമയം അടുത്തു വരുന്നു. മുനിമാർ പൂജകൾ ചെയ്യുന്ന സമയം അടുത്തു വരുന്നു. നവഗ്രഹങ്ങൾ നമിക്കുന്ന സമയം അടുത്തു. ദേവതകൾ പ്രണാമം അറിയിക്കുകയാണ്. സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് ചേക്കേറിയ സമയം. പ്രകൃതി ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് സംക്രമണം ആരംഭിച്ച മുഹൂർത്തം. ജനസഹസ്രങ്ങളുടെ നാവിൽ നിന്നും വരുന്ന ഒരേ ഒരു മന്ത്രം സ്വാമിയേ ശരണമയ്യപ്പ. മറ്റൊരു തീർത്ഥാടനത്തിനും കാണാൻ കഴിയാത്ത വ്രതശുദ്ധിയോടുകൂടിയുള്ള ഒരു യാത്രയായിരുന്നു ആ മണ്ഡലക്കാലം കടന്നു പോകുന്നത്. 33 കോടി ദേവതകളെയും ഭക്തസഹസ്രങ്ങളെയും സാക്ഷി നിർത്തി ആ മകരജ്യോതി എന്ന ആ ശബരിമലയിലെ തങ്ക സൂര്യോദയം കാണുവാനുള്ള ആ കാത്തിരിപ്പിന് അവസാനമായി കഴിഞ്ഞു. ഇതാ ക്ഷേത്ര നടപ്പന്തലിൽ കൂടി ഓടിയെത്തുന്ന ആ തിരുവാഭരണത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സകലതും മറന്നുള്ള സമർപ്പണം. ദർശന സൗഭാഗ്യത്തിനായി കാനനങ്ങൾ പിന്നിട്ട് സന്നിധാനത്തിലേക്ക് ഇതാ 18-ാം പടിയിലേക്ക് കയറുകയാണ്. ആ കുട കൊണ്ട് കയറുന്നുണ്ട്. എന്തായിരുന്നാലും 1-ാമത്തെ പെട്ടി ശ്രീകോവിലിൻ്റെ മുന്നിലുള്ള 18-ാം പടിക്ക് മുൻപായി വന്നു കഴിഞ്ഞു. 2-ാമത്തെ പെട്ടിയും 3-ാം പെട്ടിയും മാളികപ്പുറത്തിലേക്ക് പോകും. 1-ാമത്തെ പെട്ടിയാണ് 18-ാം പടിയിൽ കൂടി കയറി ശ്രീകോവിലിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ ആ 1-ാമത്തെ പെട്ടി ആ 18-ാം പടിയിൽ കൂടി കടന്നുപോകും. ഇതിനാണല്ലോ ഭഗവാനെ ഞങ്ങൾ കാത്തിരുന്നത്. ഇത് കാണുവാൻ വേണ്ടിയാണല്ലോ ഭഗവാനെ ഞങ്ങൾ കാത്തിരുന്നത്. ഇനി ആ മകര വിളക്ക് കൂടി ഞങ്ങളുടെ കണ്ണിൽ കാണിക്കണമേ എന്നുള്ള പ്രാർത്ഥനയും കൂടിയാണ് ഉള്ളത്. അങ്ങനെ ആ തിരുവാഭരണം 1-ാമത്തെ പെട്ടി ശിവൻകുട്ടി ചുമരിലേറ്റിയ ആ തിരുവാഭരണം മെല്ലെ മെല്ലെ ക്ഷേത്രത്തിൻ്റെ 18-ാം പടിയുടെ നടയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ഈശ്വര സങ്കല്പം അടുത്തു വരുന്നു. മറ്റൊരു തീർത്ഥാടന കേന്ദ്രത്തിലും കാണാൻ കഴിയാത്ത വ്രതശുദ്ധിയോടുകൂടിയ ആ മണ്ഡലക്കാലം. എല്ലാ കണ്ണുകളും പൊന്നമ്പലമേട്ടിൽ, എല്ലാ മനസ്സും പൊന്നമ്പലമേട്ടിൽ. പരങ്കോടി പുണ്യം വിതയ്ക്കുന്ന ആനന്ദ നിമിഷം അടുത്തു വരികയാണ്. ഇതാ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ആ 18-ാം പടിയുടെ അടുത്തുകൂടി 1-ാമത്തെ പെട്ടി ഇതാ 18-ാം പടിയിൽ കൂടി കയറി വരുന്ന ആ ദൃശ്യങ്ങൾ ഇതാ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ തിരുവാഭരണത്തിൻ്റെ 1-ാമത്തെ പെട്ടി ഇതാ 18-ാം പടിയിൽ കൂടി കയറി വരുന്ന ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആറന്മുളയിൽ നിന്നും എത്തി പന്തളം കൊട്ടാരത്തിൽ നിന്നും കൊടുത്തയച്ച ആ തിരുവാഭരണം ഇതാ 1-ാമത്തെ പടിയിൽ കൂടി കയറി ശ്രീകോവിലിൻ്റെ നടയിലെത്തിക്കുന്ന ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നു. 2-ാമത്തെ പെട്ടിയും 3-ാമത്തെ പെട്ടിയും ആ മാളികപ്പുറത്തിലേക്ക് കൊണ്ടുപോയി കഴിയും. അങ്ങനെ ആ തിരുവാഭരണം, ആദ്യത്തെ പെട്ടിയായ ആ തിരുവാഭരണം ഇതാ ക്ഷേത്രത്തിൻ്റെ 18 പടിയിൽ കൂടി കയറി ശ്രീകോവിലിനടുത്തേക്ക് കൊണ്ടുവരുന്നു. അത് സ്വീകരിക്കുവാനായി ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രസിഡൻറ്റും അയ്യപ്പ ഭക്തന്മാരും എല്ലാവരും ഈ ദൃശ്യങ്ങൾ കാണുന്ന എല്ലാവർക്കും ഒരു അഭിമാനകരമായ നിമിഷമാണ്. നമുക്ക് പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തയച്ച ഈ തിരുവാഭരണം അയ്യപ്പൻ്റെ മാറിലണിയുവാൻ സമയമായി. ഇതാ നിറവോടുകൂടി ഭക്തിയോടുകൂടി സുരക്ഷിതമായി ഇതാ എത്തിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു വിശ്വാസവും സന്തോഷവും. ജ്യോതിസ്വരൂപൻ്റെ തിരുനടയിലുള്ള ആ മകരവിളക്കിൻ്റെ പ്രഭാപൂരം കാണാൻ എത്തിയവരെല്ലാവരും